തീരത്ത് ലോക വ്യാപാരത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു വമ്പൻ വിപ്ലവം സംഭവിക്കാൻ പോവുകയാണ്. സിംഗപ്പൂരിനും കൊളംബോയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇത് വെറുമൊരു തുറമുഖമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആണ്. ചൈനയും സിംഗപ്പൂരും വിഴിഞ്ഞത്തെ ഭയക്കുന്നത് എന്തുകൊണ്ട്? വിഴിഞ്ഞം വരുന്നതോടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മാറും? നമുക്ക് നോക്കാം. എന്താണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഷിപ്പിംഗ് റൂട്ടിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. കടലിന് സ്വാഭാവികമായി തന്നെ 18 മുതൽ 20 മീറ്റർ വരെ ആഴമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കും. നിലവിൽ ഇത്തരം കപ്പലുകൾക്ക് അടുക്കാൻ ഇന്ത്യയിൽ മറ്റൊരു തുറമുഖമില്ല എന്നതും ശ്രദ്ധേയമാണ്. സിംഗപ്പൂരിന് തിരിച്ചടി. നിലവിൽ ഇന്ത്യയിലേക്കുള്ള ചരക്കുകളുടെ വലിയൊരു ഭാഗവും സിംഗപ്പൂരിലോ കൊളംബോയിലോ ഇറക്കിയ ശേഷം ചെറിയ കപ്പലുകളിലാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഇത് ഇന്ത്യക്ക് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യ നഷ്ടമുണ്ടാക്കുന്നു. വിഴിഞ്ഞം പ്രവർത്തന സജ്ജമാകുന്നതോടെ ഈ ബിസിനസ് ഇന്ത്യക്ക് സ്വന്തമാക്കാം. ഇത് സിംഗപ്പൂരിന്റെയും കൊളംബോയുടെയും കുത്തക തകർക്കാൻ സഹായിക്കും. ചൈനയെ ഭയപ്പെടുത്തുന്ന വിഴിഞ്ഞം. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന സ്ട്രാറ്റജിക്ക് ഇന്ത്യ നൽകുന്ന കരുത്തുറ്റ മറുപടിയാണ് വിഴിഞ്ഞം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ശക്തമാക്കാനും വിഴിഞ്ഞത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പ്രോജക്റ്റിനെ ലോകരാഷ്ട്രങ്ങൾ ഇത്രയധികം താല്പര്യത്തോടെ വീക്ഷിക്കുന്നത്. കേരളത്തിന് എന്ത് ലാഭം? വിഴിഞ്ഞം വരുന്നതോടെ കേരളത്തിൽ 10,000 നേരിട്ടും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. തുറമുഖത്തോടനുബന്ധിച്ച് വരാൻ പോകുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡും ഇൻഡസ്ട്രിയൽ കോറിഡോറും കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലകളെ മാറ്റിമറിക്കും. കേരളത്തെ ലോകത്തിന്റെ ഒരു ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റാൻ ഈ പ്രോജക്റ്റിന് സാധിക്കും. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക ഭാവി മാറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സിംഗപ്പൂരിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള സ്ട്രാറ്റജിക് വാർത്തകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.